ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തും എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമായിരുന്നു. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് ബ്രസീലും അതുപോലെ തന്നെ ആഞ്ചലോട്ടിയും തമ്മിൽ വെർബൽ അഗ്രിമെന്റിൽ എത്തിയിരുന്നു. എന്നാൽ ചില ട്വിസ്റ്റുകൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ എത്താൻ സാധ്യതയില്ല. ഇക്കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക, റെലേവോ, ഗ്ലോബോ എന്നിവരൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഒന്ന് കലിപ്പിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടി തന്റെ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള ആഞ്ചലോട്ടിയുടെ പോക്കിന് നിലവിൽ തടസ്സമായി നിലകൊള്ളുന്നത് റയൽ മാഡ്രിഡ് ആണ്. ബ്രസീലുമായി ആഞ്ചലോട്ടി ചർച്ചകൾ നടത്തിയത് റയലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അക്കാര്യത്തിൽ അവർ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വെർബൽ അഗ്രിമെന്റ് 2 ദിവസം മുന്നേ പൂർത്തിയായിരുന്നു. പക്ഷെ ഈ വിഷയങ്ങൾ ഒന്നും തന്നെ ബ്രസീൽ റയൽ മാഡ്രിഡിനെ അറിയിച്ചിരുന്നില്ല. അതാണ് അവരെ ഇപ്പോൾ കലിപ്പിലാക്കിയിട്ടുള്ളത്. ആഞ്ചലോട്ടിക്ക് വേണ്ടി ഒരുപാട് കാലമൊന്നും കാത്തിരിക്കാൻ ഇനി ബ്രസീൽ ഒരുക്കമല്ല. അതേസമയം ഈ പരിശീലകന് എക്സിറ്റ് ഫീ നൽകാൻ ഇപ്പോൾ റയലും ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് ആഞ്ചലോട്ടി എത്തിയേക്കില്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പകരം ജോർഹെ ജീസസിനെ വീണ്ടും ബ്രസീൽ പരിഗണിച്ചു തുടങ്ങി എന്ന കാര്യം കൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും വല്ലാത്ത ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആഞ്ചലോട്ടി എത്തുമെന്നുള്ളത് ഉറപ്പിച്ച ഒരു കാര്യമാണ്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.